السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. محمد رسول الله والذين آمنوا معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانه سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراء ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. വേദിയിലെ പ്രസ്ഥാന നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, പ്രതികൂലമായ കാലാവസ്ഥയിലും ഒരാദർശ മുഖാമുഖം ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ഇതിനകം കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും തിരുത്തേണ്ട വിശ്വാസ പ്രമാണങ്ങളെ തനതായ രീതിയിൽ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ശരിയായ അഖീദയും വിശ്വാസ പ്രമാണങ്ങളും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും ധാരാളക്കണക്കിന് മുഖാമുഖങ്ങൾ നടന്നു കഴിഞ്ഞു. അത് ഇനിയും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ വസ്തുതകൾ അവതരിപ്പിച്ച് വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും ശരിയായ രീതിക്കനുസരിച്ച് നാം എന്ത് വിശ്വസിക്കണം, എന്ത് പ്രവർത്തിക്കണം, ഇത് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാനാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ ആവിർഭാവം മുതൽ ഇന്ന് വരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത്തരം സദസ്സുകളിൽ വന്നിരുന്ന് സത്യം മനസ്സിലാക്കി ആ സത്യത്തിൻ്റെ പാതയിൽ അണിചേരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹ വബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹ ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. എൻ്റെ അടിമകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കണം. അല്ലദീന യസ്തമിഊനൽ ഖൗൽ, പറയുന്നത് ആരാണ് എന്നതല്ല പ്രശ്നം, എന്താണ് പറയുന്നത് എന്നാണ്. ആളെയല്ല നോക്കേണ്ടത്, വാക്ക് എന്താണ് സംസാരിക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു, ഏത് പ്രമാണത്തെ അവലംബിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്, ഇതാണ് നോക്കേണ്ടത്. അതുകൊണ്ട് അവരതാണ് ശ്രദ്ധിക്കുക. യസ്തമിഊനൽ ഖൗൽ, ഖായിലിനെ അല്ല, പറയുന്നവനെ അല്ല അവർ നോക്കുന്നത്, മറിച്ച് ഖൗലിനെയാണ് നോക്കുന്നത്. യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സനഹ, അങ്ങനെ അതിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ട ഏറ്റവും നല്ല കാര്യങ്ങൾ അവർ അതിനെ പിൻപറ്റും, ഇത്തിബാഴ് ചെയ്യും. കേട്ടാണ്ട് പോവല്ല ചെയ്യുക, നേരെ മറിച്ച് അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങളെ അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അത് ജീവിതത്തിൽ അവർ പാലിക്കും. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് നൽകിയിട്ടുള്ള വിഭാഗമാണവർ. കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചു കേൾക്കും, മുൻവിധികളില്ലാതെ, മുൻ തീരുമാനങ്ങളില്ലാതെ വളരെ ശ്രദ്ധാപൂർവം അവർ കാര്യങ്ങൾ കേൾക്കും. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും നല്ല ഉത്തമമായ ഉപദേശങ്ങളെ, സാരോപദേശങ്ങളെ അവർ ജീവിതത്തിൽ പാലിക്കും. അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയവർ. ഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് ലുബ്ബുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ. അങ്ങനെ ബുദ്ധിയും വിവേകവും ആലോചനാശേഷിയുമുള്ള
സമൂഹത്തിൻ്റെ മുന്നിലാണ് യഥാർത്ഥത്തിൽ ഇത്തരം മുഖാമുഖങ്ങളിലൂടെയും അതുപോലെ തന്നെ ആദർശ സംവാദങ്ങളിലൂടെയും സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇത് സഫർ മാസമാണ്. ഈ സഫർ മാസം അങ്ങ് കഴിയുമ്പോഴേക്ക് നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക മാറ്റങ്ങൾ വരികയായി. പലയിടത്തും വർണ്ണ തോരണങ്ങൾ തൂങ്ങും, പലയിടത്തും പുതിയ പുതിയ പോസ്റ്ററുകൾ കാണും. ചില പ്രത്യേക പള്ളികളിലും ചില പ്രത്യേക മദ്രസകളിലുമൊക്കെ ചില പ്രത്യേക പരിപാടികൾ ആരംഭിക്കും. അതുപോലെ തന്നെ കോലമുണ്ടാക്കിയും കോലം ഇല്ലാതെയും ജാഥകളും അതുപോലെ തന്നെ ഘോഷയാത്രകളുമൊക്കെ നടത്തും. എന്താണ് പ്രവാചക സ്നേഹം? അതിനാദ്യം ആത്യന്തികമായി അവർ പറയുന്ന ന്യായം പ്രവാചക സ്നേഹമാണ്. പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ് വഹാബികൾ. അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ലേ ഓല്. അതുകൊണ്ട് അവർക്കിങ്ങനെ പ്രവാചകൻ്റെ ജന്മം നടന്ന മാസം അതിനൊരു പ്രത്യേകതയുമില്ല, ജന്മദിവസത്തിനൊരു പ്രത്യേകതയുമില്ല. അങ്ങനെ ധാരാളക്കണക്കിന് ദുരാരോപണങ്ങൾ ആവർത്തിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ സത്യവിശ്വാസികളായ ആളുകളുടെ ബാധ്യത എന്താണ്? ഈ തെറ്റിദ്ധരിച്ച സമൂഹത്തിൻ്റെ മുമ്പിൽ എന്താണ് പരമാർത്ഥം? പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണോ മുജാഹിദുകൾ? ഒരിക്കലുമല്ല. കാരണം പ്രവാചക സ്നേഹം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവർ വിശ്വാസികളാകണമെങ്കിൽ ഒരു മുഅ്മിൻ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ പ്രവാചകനോട് സ്നേഹമുണ്ടാകൽ നിർബന്ധമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല ശരിയായ പ്രവാചക സ്നേഹമില്ലാതെ, അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലില്ലാതെ. ഞാനാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അവർ ഏതെങ്കിലും ഒരു വസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ സ്നേഹിക്കും. ഭാര്യയോട് സ്നേഹമുണ്ടാവും, മക്കളോട് സ്നേഹമുണ്ടാവും, സമ്പത്തിനോട് സ്നേഹമുണ്ടാവും, സ്നേഹിതന്മാരോട് സ്നേഹമുണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാവും. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി മാതാപിതാക്കളോട് സ്നേഹമുണ്ടാവും. അതിനേക്കാളൊക്കെ മുകളിൽ, ഏറ്റവും മുകളിൽ എന്താണ്? പ്രവാചകനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത്. അൻ അകൂന അഹബ്ബ ഇലൈഹി, ഞാനാണ് അവൻ ഏറ്റവും സ്നേഹമുള്ളവൻ, എന്നോടാണ് അവൻ ഏറ്റവും സ്നേഹമുണ്ടാകേണ്ടത്. അവൻ്റെ മാതാപിതാക്കളെക്കാളും അവൻ്റെ സന്താനങ്ങളെക്കാളും അതുപോലെ തന്നെ അവൻ്റെ ഈ ഭൂലോകത്ത് ആരൊക്കെ അവൻ സ്നേഹിക്കുന്നുവോ അവരെക്കാളൊക്കെ ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ എന്നാണ്. അതാണ് പ്രവാചകന്മാർ കാണിച്ചിട്ടുള്ള സ്നേഹം. പ്രവാചകനോട് സഹാബാക്കളായ ആളുകൾ കാണിച്ചിട്ടുള്ള സ്നേഹം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ സൗബാൻ റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ശരീരം വളരെ ക്ഷീണിച്ചിട്ടുണ്ട്, വളരെ തളർന്ന് ക്ഷീണിച്ച് എന്തോ ചില അവശതകൾ ബാധിച്ച മാതിരി നബിക്ക് ബോധ്യപ്പെട്ടപ്പോൾ എന്താണ് നിനക്ക് പറ്റിയത് എന്ന് നബി സൗബാനോട് ചോദിച്ചു. അപ്പോൾ പ്രവാചകരെ, എനിക്ക് യാതൊരു തകരാറും പറ്റിയിട്ടില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ അങ്കലാപ്പ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല എന്നാണ്. നിങ്ങളെ കാണാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങളെ കാണാനുള്ള ആഗ്രഹം, അതിൻ്റെ കൊതി, ആശ, അത് എന്നിൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് മരണപ്പെട്ടതിന് ശേഷം ഈ ഇഹലോകത്ത് തന്നെ പലപ്പോഴും നിങ്ങളെ കാണാൻ കഴിയുന്നില്ല. കണ്ടാൽ എനിക്ക് നിർവൃതിയായി, സന്തോഷമായി. പക്ഷേ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അമ്പിയാക്കന്മാരുടെയും മഹാന്മാരുടെയും വലിയ ദർജയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. അഥവാ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ സ്ഥാനം എവിടെയാണ്? വളരെ താഴ്ന്ന ആൾക്കാരുടെ നിലവാരത്തിനാണ് ഉണ്ടാവുക. ഞാൻ സാധാരണക്കാരനാണല്ലോ. അപ്പോൾ പ്രവാചകരെ, നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, എനിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അല്ല, ഞാൻ സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടുന്നില്ലെങ്കിലോ,
അത് വലിയ ദുരന്തമാണ്. എന്നേക്കുമായി നിങ്ങളെ കാണാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടും. ഇത് ആ സൗബാൻ പറഞ്ഞ് തീരേണ്ട താമസം അള്ളാഹു സൂറത്തു നിസായിൽ 69-ാമത്തെ വചനം അവതരിപ്പിച്ചു. ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസന ഉലൈക റഫീഖ. ആ വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിൽ അമ്പിയാക്കന്മാരോടൊപ്പവും സത്യസന്ധന്മാരോടൊപ്പവും സാലിഹ്യങ്ങളോടൊപ്പവും അതുപോലെ തന്നെ ശുഹദാക്കൾ രക്തസാക്ഷികളോടൊപ്പവും സ്വർഗത്തിൽ കഴിയും, ഒപ്പുണ്ടാവുന്ന പറഞ്ഞത്. വഹസന ഉലൈക റഫീഖ. ഈ പറഞ്ഞ 4 വിഭാഗം ആളുകളും കൂട്ടുകെട്ടിന് എത്ര മെച്ചപ്പെട്ടവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. ഇപ്പോൾ ആലോചിക്കൊരു സാധാരണ സഹാബി, ആ സഹാബിക്ക് പ്രവാചകനെ കാണാതിരിക്കാൻ കഴിയില്ല. കാണാതിരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കണ്ടാൽ സന്തോഷം കൊണ്ട് നിറയും, എപ്പോഴും പ്രവാചകനെ നോക്കിയിരിക്കണം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പ്രവാചകൻ മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ സൗബാൻ മരണപ്പെട്ടു പോയാൽ പരലോകത്തുള്ള അവസ്ഥ എന്തായിരിക്കും? പ്രവാചകനെ ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വേവലാതി. അപ്പോൾ പ്രവാചകന് അള്ളാഹു വചനമിറക്കി കൊടുത്തു സൂറത്തു നിസായിൽ. ആ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ, യഥാർത്ഥ മുവഹിദുകളായ ആളുകൾ, അവർ ആരോടൊപ്പമായിരിക്കും? അമ്പിയാക്കന്മാരോടും സിദ്ദീഖീങ്ങളോടും രക്തസാക്ഷികൾ ശുഹദാക്കളോടും അതുപോലെ തന്നെ സാലിഹ്യങ്ങളോടൊപ്പം സ്വർഗത്തിൽ താമസിക്കും. അദ്ദേഹത്തിന് സന്തോഷമായി. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്? കൈഫ അൻതും തുഹിബ്ബുന റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതനെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത്? അലി ഇബ്നു അബീ താലിബ് പറഞ്ഞു, അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്ത സ്നേഹം ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ സമ്പത്തിനേക്കാളും, അതുപോലെ തന്നെ ദാഹിച്ച് വലഞ്ഞവൻ അവന് തണുത്ത വെള്ളം കിട്ടുമ്പോൾ ആ വെള്ളത്തോടുള്ള ഇഷ്ടമുണ്ടല്ലോ, അതിനേക്കാളും വലിയ ഇഷ്ടമാണ് പ്രവാചകനോട് ഞങ്ങൾക്കുണ്ടായിരുന്ന, ഞങ്ങൾ പ്രവാചകനോട് കാണിച്ചിരുന്ന സ്നേഹം. അതുകൊണ്ട് ആ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രവാചകൻ നമ്മുടെ കൂടെ ഇല്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. നമുക്ക് ആ പ്രവാചകനെ കാണണം, ആ പ്രവാചകനെ കണ്ടുമുട്ടണം. എല്ലാവരും ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ആരുണ്ടാവില്ല. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? ഏക പരിഹാരം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, എന്നെ ഇത്തിബാഅ് ചെയ്യണം. പ്രവാചകൻ പറഞ്ഞ വാക്ക്, പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക, പ്രവാചകൻ ഉപദേശിച്ച ഉപദേശങ്ങൾ, പ്രവർത്തിച്ച് കാണിച്ചു തന്ന കാര്യങ്ങൾ, അതിനോടൊക്കെ വളരെ കൂറ് പുലർത്തുകയും അതിൽ പറഞ്ഞ മാതിരി പ്രവർത്തിക്കുകയും ചെയ്താൽ പ്രവാചകനെ നമുക്ക് നിറകണ്ണുകളോടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ, ആ തടാകത്തിൻ്റെ വെള്ളം വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. അതല്ലാതെ ബിദ്അത്തുകളിലും ഖുറാഫാത്തുകളിലും ശിർക്കിലും അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും മുഴുകി ഈ ലോകത്തെ ജീവിതം തുലച്ചു കളഞ്ഞാൽ, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേര് നീട്ടിപ്പറഞ്ഞുകൊണ്ട് സലാത്ത് ചൊല്ലിയിട്ട് യാതൊരു കാര്യവുമില്ല സഹോദരന്മാരെ. പ്രവൃത്തി എന്താണെന്നാണ് നോക്കുക. കാരണം ആ പ്രവാചകനോടുള്ള സ്നേഹം ഇത്തിബായിലൂടെയാണ്. ഇത്തിബാ ആണ് വേണ്ടത്. ആ ഇത്തിബാ ആണ് പ്രവാചകനോട് സ്നേഹമുണ്ട് എന്നതിന് അടയാളം. അപ്പം അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവാചക ജീവിതത്തെ പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പാത അനുധാവനം ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾ പിൻപറ്റണം, ആ ഉസുവത്ത് നിങ്ങൾ പിൻപറ്റണം. ഇത് സമൂഹത്തെ പഠിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക സംഘടനകളും എല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ, ഞാൻ പറഞ്ഞില്ലേ, റബീഉൽ അവ്വൽ വരാൻ പോവുകയാണ്. അപ്പോൾ ദുരാചാരങ്ങളും മാലപ്പടക്കങ്ങളുമായി ആളുകൾ തെരുവിലിറങ്ങാൻ തുടങ്ങും. സഹോദരന്മാരെ, ഇത് നടത്തുന്ന ആളുകൾക്ക് തന്നെ ഉറപ്പാണ് അത് പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു സുന്നത്തല്ല. എത്രമാത്രം പ്രവാചകനോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞു. ആ സഹാബികൾ ആരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നല്ല സ്നേഹമുള്ള ആരും ഇത്തരം രീതിയിൽ പ്രവാചക സ്നേഹം പ്രകടിപ്പിച്ച് ആഘോഷങ്ങൾ നടത്തിയിട്ടില്ല. അതിന് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ കുടികൊള്ളുന്ന പദ്യങ്ങൾ പാടി ആഘോഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ മങ്കൂസ് മൗലിദും മറ്റേ മൗലിദും നടത്തിയിട്ടില്ല. അതിലൊക്കെയുള്ള ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ മുഖാമുഖം പരിപാടിയിൽ ബന്ധപ്പെട്ട പണ്ഡിതന്മാർ നിങ്ങൾ കേൾപ്പിക്കും.
അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇങ്ങനെ ഏറ്റവും ദുരുപദിഷ്ടമായ നിലക്ക് ഒരിക്കലും ഹൈറുദ്ദേശിക്കാതെ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് ശരിയല്ല എന്ന് സമൂഹത്തെ സമുദ്ധരിക്കേണ്ടത്, അവരെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. ശിർക്കിൻ്റെയും അനാചാരത്തിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ രീതിയിൽ, പുതിയ പുതിയ സ്വഭാവത്തിൽ അന്ധവിശ്വാസങ്ങൾ കടന്നു വരികയാണ്. അതിൽ പലതും കൊടിയ ശിർക്കാണ്. എന്നാൽ അതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ വലിയ കാര്യങ്ങളായി, വലിയ അഖീദയുടെ വിഷയങ്ങളായി അവതരിപ്പിച്ച് പാടി പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയും സാധുക്കളായ ജനങ്ങൾ അതിൽ വഞ്ചിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരവസ്ഥ, അത് യഥാർത്ഥ മുജാഹിദുകളായ ആളുകൾക്ക് നോക്കി നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഈ തെറ്റായ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അവരെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നാൽ അത് ആയുഷ്കാലത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ്. ജനങ്ങൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കൽ. അതാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ സന്ദർഭമല്ല ഇപ്പോൾ, വിഷയാധിഷ്ഠിതമായി ആ കാര്യങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് റസൂലിനോട് കൂറുള്ള വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികളായി ലോകാവസാനം വരുന്ന വിശ്വാസികൾ, അവർ പരസ്പരം കാരുണ്യമുള്ളവരും കാഫിറുകളോട് അഥവാ ദൈവനിഷേധികളോട്, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരോട്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരോട് വെറുപ്പുള്ളവരുമാണ്. തറാഹും റുക്കാൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. അവർ ആരാധനകളിൽ വലിയ ബദ്ധശ്രദ്ധരായിരിക്കും. നമസ്കാരങ്ങൾ റുക്കാനും സുജൂദും ചെയ്തുകൊണ്ട് അവർ നമസ്കരിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവർ തേടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പരസ്പര ഒത്തൊരുമയോടുകൂടി, പരസ്പര സഹകരണത്തോടുകൂടി എല്ലാ സ്ഥലത്തും എല്ലാ ഭാഗത്തും അള്ളാഹുവിനോടുള്ള കൂറും റസൂലിനോടുള്ള കൂറും ഇതാഅത്തും, അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കുക റസൂലിനെ അനുസരിക്കുക എന്ന ഇതാഅത്ത്, ആ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തൊരുമിച്ച് കൂടിയ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ അതിൻ്റെ ആളുകളും അവർ വ്യത്യസ്ത നാടുകളിലാണെങ്കിലും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനി ഇവിടെ പ്രചരിപ്പിക്കപ്പെടാനും അവൻ്റെ തൗഹീദ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടാനും വേണ്ടി അത്യുധ്വാനം ചെയ്യും. അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.